രണ്ടും കൂടെ ഘടിപ്പിച്ച് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ കാര്യം, പാറയെ ജലതടാകവും തീക്കല്ലിനെ നീരുറവയുമാക്കിയിരിക്കുന്നു പറയുന്ന ആ വാക്യമുണ്ടല്ലോ 2. അതിൽ ഒന്നാമത്തേത്, ആദ്യം ഇസ്രായേൽ മക്കള് ചെങ്കടലിങ്ങോട്ട് കടന്ന് ഇക്കരോട്ട് കയറി കഴിഞ്ഞുകൊണ്ട് വെള്ളമില്ലാതെ വരണ്ട ബുദ്ധിമുട്ടിയപ്പോഴാണ് ആദ്യത്തെ സംഭവം നടക്കുന്നത്. എന്നാൽ 40 വർഷത്തിന് ശേഷമാണ് എന്ത് നടക്കുന്നത്? ജലതടാകം ഉണ്ടാകുന്നത്. എവിടുന്ന്? തീക്കൽ പാറയിൽ നിന്ന് ജലതടാകം ഉണ്ടാകും. അപ്പൊ നോക്കണേ, ഇത് രണ്ടും 40 വർഷത്തിനിടയ്ക്കുള്ള 2 സംഭവങ്ങൾ ഒറ്റ വാക്യത്തിനകത്ത് കൂട്ടിച്ചേർത്ത് പറഞ്ഞേക്കുക. മനസ്സിലായല്ലോ? എന്നിട്ട് ഈ ഒരു കാര്യം കേട്ടോണേ, ഇതിന്റെ ഓർഡർ എങ്ങനെയാണെന്നറിയാമോ? 1, സമുദ്രം വിഭജിച്ചത്. 2, പാറയെ ജലതടാകമാക്കിയത്. 3, തീക്കൽ പാറയെ കൗണ്ടറാക്കിയത്. 4, യോർദാൻ കടന്നത്. അപ്പൊ ഇതിന്റെ ഓർഡർ ഇങ്ങനെ കേട്ടോ. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ഇവിടുന്ന് സമുദ്രം, ഇവിടെ പാറ പിളർന്നു, ഒരു പാറയുടെ പിളർന്നു മേളിച്ചെന്ന് യോർദാൻ ക്രോസ് ചെയ്തു. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ? ഇതിന്റെ ആ ഹോൾ പിക്ചർ മനസ്സിലുണ്ടല്ലോ. അങ്ങനെ വെച്ചോണ്ട് ചിന്തിച്ചു പോയില്ലേ, ഇവിടെ എഴുതിയിരിക്കുന്നു സമുദ്രം കണ്ട് ഓടി. എന്തോ കണ്ടോണ്ട? എന്താ കണ്ടത്? സമുദ്രം ഓടാൻ തക്കവണ്ണം എന്തോ കണ്ടു. അടിമവേലയിൽ നിന്ന് വരുന്ന കുറെ മനുഷ്യനെ കണ്ടുകൊണ്ടാണോ സമുദ്രം ഓടിയത്? അല്ലല്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, താഴോട്ട് വായിക്കുമ്പം അവിടെ എഴുതിയിട്ടുണ്ട്, ഇതിന്റെ കർത്താവിന്റെ ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്, the presence of God. ദൈവത്തിന്റെ സാന്നിധ്യം കണ്ടുകൊണ്ടാണ് ആരോടിയതെന്നറിയാമോ? സമുദ്രം ഓടിയത്. ഹല്ലേലൂയ. എനിക്ക് നിങ്ങൾക്ക് മുമ്പായി പോകുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഏത് ശക്തിയും ഓടും, തിരിഞ്ഞു നോക്കാതെ ഓടും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ ചിന്തിച്ചു, രാവിലെ സമയം പഠിച്ചപ്പോൾ ചിന്തിച്ചു, നമ്മുടെ നാട്ടിലെ നമുക്ക് ഒരേക്കർ വസ്തു ഉണ്ടെന്നിരിക്കട്ടെ, ഒരേക്കർ വസ്തു. അതിലെ മേളത്തെ ഭാഗം, അകത്തെ ഭാഗം 50 സെന്റ് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചു. മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിട്ട് ഞാൻ പറയുക, മലയാളത്തിൽ തന്നെ പറയുക, മേളത്തെ ഭാഗം നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ പണ്ടേ, ഇപ്പോഴല്ല, പണ്ട് മേളത്തെ ഭാഗം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3 അടി വഴി കൊടുക്കണം. മേലോട്ട് വാങ്ങിക്കുന്നവർക്ക് പോകാൻ എന്തോ കൊടുക്കണം? 3 അടി വഴിയായിരുന്നു പണ്ട് 60കളിലൊക്കെ കൊടുക്കേണ്ടി. അന്ന് കാറൊക്കെ വന്നോണ്ട് 1-2 പേർക്കൊക്കെ ഉള്ളായിരുന്നു എന്ത് കാറ്. അതുകൊണ്ട് അന്ന് അവരുടെ ചിന്തയില് നടന്നു പോകാൻ ഒരു 3 അടി വഴി. എന്നാൽ കാലം മാറി. ഇപ്പൊ എന്താ വേണമെന്നറിയാമോ? ഒരു കാറ് പോകാനുള്ള, ഒരു കാറോ ലോറിയോ എന്തോ വന്നാല് പോകാനുള്ള വഴി വേണം കൊടുക്കാൻ. അതാണ് ഇപ്പോഴത്തെ വ്യത്യാസം കേട്ടോ. ഇപ്പൊ ചിന്തിച്ചു നോക്കിയേ, 6 ലക്ഷത്തോളം ഇസ്രായേൽ മക്കള് ചെങ്കടലിന്റെ മുമ്പിൽ വന്നപ്പം എത്ര അടി വഴി വേണം? എത്ര അടി വഴി വേണം? കുറച്ചു മണിയൊന്നും പോരാ. വലിയ ജനം നിൽക്കുന്നതിന്റെ മധ്യത്തിൽ ദൈവം വഴിവെട്ടിയത് എങ്ങനെയാണെന്നറിയാമോ? ദൈവം എങ്ങനെയാ വഴിവെട്ടിയെന്നറിയാമോ? ചെങ്കടൽ എങ്ങനെയാ വഴിവെട്ടിയെന്നറിയാമോ? ഓ, തികഞ്ഞു നിന്ന വെള്ളം പുറകോട്ട് ഓടി, അങ്ങോട്ടങ്ങ് ഓടി. ദൈവത്തിന് ആ പിച്ചറിഞ്ഞേ, ഹൃദയത്തിൽ ആ പിച്ചറിഞ്ഞ് കണ്ടേ. ഹല്ലേലൂയ. മുഴുവൻ പേർക്ക് നടന്നു പോകുവാനൊക്കെ വേണം സമുദ്രം ഓടി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം പൈതലേ, ദൈവം വഴിവെട്ടുന്നത് 3 അടി വഴി അല്ലെന്നോർത്തോ? ഹല്ലേലൂയ. ദൈവം നിനക്ക് വേണ്ടി വഴിവെട്ടുന്നത് 3 അടി വഴിയല്ല, നിനക്ക് സമർത്ഥമായി സമർത്ഥമായി ദൈവ സന്നിധിയിൽ സന്തോഷിപ്പാൻ ഉള്ള വഴിയാണ് ദൈവം വെട്ടുന്നത്.
ദൈവത്തിന്റെ സന്നിധിയിൽ സമുദ്രം കണ്ട് ഓടി. അപ്പം സമുദ്രത്തെ ഓടിയെന്നാ പറയുന്നത്. പക്ഷെ യോർദാൻ എന്താ ഓടിയെന്ന് പറയുന്നത്? അത് വേറെ രീതിയിലാ യോർദാനെ പറ്റി പറഞ്ഞേക്കുന്നത്. സമുദ്രം കണ്ടോടി യോർദാൻ ഓടി എന്ന് പറഞ്ഞതിനേക്കാളും നല്ലത് യോർദാൻ പിൻവാങ്ങി. സമുദ്രം പോയത് മുന്നോട്ടങ്ങ് പോയി. ഈ ജനത്തിന് മുഴുവൻ നടന്നു പോകാനുള്ള സമുദ്രം മുന്നോട്ടങ്ങ് പോയി. സമുദ്രം അങ്ങ് വഴി തുറന്നു. പക്ഷെ യോർദാൻ എങ്ങനെയാ പോയെന്നറിയാമോ? യോർദാനെ പറ്റി വായിക്കുമ്പം അവിടെ എഴുതിയിരിക്കുന്നു, പുരോഹിതന്മാരുടെ കാൽ ദൈവപ്പെട്ടകവും വഹിച്ചുകൊണ്ട് കാലിന്റെ ഉള്ളങ്കാൽ വെള്ളത്തിൽ തൊട്ടപ്പോൾ യോർദാന്റെ മേലൊഴുക്കങ്ങ് നിന്നു. പിന്നെന്തോ പിൻവാങ്ങിയതെന്തെന്നറിയാമോ? താഴോട്ടുള്ള വെള്ളം അങ്ങ് പിൻവാങ്ങാം. നോക്കണേ, ചിന്തിച്ചു നോക്കിയേ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന്, ഒരു സൈഡ് ചിറ പോലെ അങ്ങ് പൊങ്ങി, എന്നിട്ട് മറു സൈഡ് അങ്ങ് പിൻവാങ്ങിപ്പോയി. അപ്പം ക്ലിയർ ആയല്ലോ? ആ വാക്കിന്റെ ഉപയോഗം ക്ലിയർ ആയല്ലോ? സമുദ്രം മൊത്തത്തിൽ അങ്ങോട്ടങ്ങ് ഓടി, യോർദാൻ ഇങ്ങോട്ടേക്ക് പിൻവാങ്ങിപ്പോയി. എന്നാൽ എന്തുകൊണ്ട്? യാക്കോബിന്റെ ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയപ്പോൾ. ഞാനിങ്ങനെ രാവിലെ സമയം ചിന്തിച്ചു. ദൈവത്തിന് സ്തോത്രം. നമ്മള് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ഭൂമി മുഴുവൻ എന്തായിരുന്നു? വെള്ളം കൊണ്ട് മൂടി ചുറ്റപ്പെട്ടിരിക്കുകയാണ്. അപ്പം ദൈവം ഒരു കാര്യം പറഞ്ഞു, തമ്മിൽ ഒരു വേർപാട് വെള്ളത്തിന് കരയും സമുദ്രവും കൂടെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ദൈവം ഒരു വാക്ക് പറഞ്ഞു. ശ്രദ്ധിച്ചോണേ, ദൈവം ഒരു വാക്കേ പറഞ്ഞുള്ളൂ. ഈ മൂടിക്കിടന്ന വെള്ളം കൂടെ എല്ലാം കൂടെ എന്തോടെന്ന് അറിയാമോ? ഒരൊറ്റ ഓട്ടം. എങ്ങോട്ട് ഓടി? സമുദ്രമായിട്ട് ഓടി. അതെവിടെ എഴുതിയേക്കുന്നതെന്ന് അറിയാമോ? അവിടെ ഇയ്യോബിന്റെ പുസ്തകത്തിൽ ദൈവം ഇയ്യോബിനോട് ചോദിക്കുന്നുണ്ട്, ഇയ്യോബേ, ഗർഭപാത്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത് പോലെ സമുദ്രത്തെ ഞാൻ ഉത്ഭവിച്ചപ്പോൾ നീ എവിടായിരുന്നു എന്നാണ് ഇയ്യോബിനോട് ചോദിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ആദ്യത്തെ ഒരു വാക്കുകൊണ്ട് സമുദ്രത്തെ മുഴുവനായി ഓടിച്ച് അതിൽ കരയുണ്ടാക്കുവാൻ ദൈവത്തിന്റെ വാക്കിന് കഴിഞ്ഞെങ്കിൽ ആ ദൈവത്തിന്റെ സാന്നിധ്യമാണ് ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യേ ഉള്ളതെന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. പിന്നെ യെരമ്യാവിന്റെ പുസ്തകത്തിൽ അതിനെപ്പറ്റി എഴുതിയേക്കുന്നത് മനുഷ്യനെ കൊണ്ട് ചിന്തിക്കാനൊക്കാത്ത ഒരു കാര്യമാണ്. യഹോവയായ ദൈവം സമുദ്രത്തിന് മണലുകൊണ്ട് ഇവിടെ വലിയ ഭിത്തി കെട്ടിയാൽ നിൽക്കാത്തടത്ത് ദൈവം മണലുകൊണ്ട് അതിരുണ്ടാക്കിയിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, നിനക്ക് ഇത്രത്തോളം വരാം, ഇതിനിപ്പുറം കണക്കരുത്. ഇന്നും അന്ന് കൽപ്പിച്ച കൽപ്പന പ്രകാരം ആ വാക്കിന്റെ പുറത്ത് സമുദ്രം അനുസരിക്കുന്നു. നമുക്കേ ഉള്ളൂ പ്രോബ്ലം. നമുക്കേ ഉള്ളൂ ദൈവത്തിന്റെ വാക്ക് കേൾക്കാൻ പ്രോബ്ലം. ഹല്ലേലൂയ. ഇന്നും സമുദ്രം അനുസരിക്കുന്നു ദൈവത്തിന് സ്തോത്രം. അന്നത്തെ പോലെ തന്നെ. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോട്ടെ. ഇപ്പം സമുദ്രവും ഓടി, യോർദാനും പിൻവാങ്ങി. ഇനി അടുത്തത് പാറയെ ജലതടാകം. വെള്ളത്തിന് ബുദ്ധിമുട്ടിയപ്പം അവരെല്ലാം കൂടെ ഒരു ബഹളം ഉണ്ടാക്കി. ആ ബഹളത്തിനിടയിൽ ദൈവം മോശയോട് പറഞ്ഞു, ഞാന് നിന്നോട് കൽപ്പിക്കുന്നതോടെ നീ ചെയ്യേ. നിന്റെ കയ്യിൽ ഞാനൊരു വടി തന്നിട്ടുണ്ടല്ലോ, ആ വടി എടുത്തുകൊണ്ട് ഹോരേബിൽ ചെല്ലണം. അവിടെ ഒരു വാക്ക് എന്നെ വളരെ സന്തോഷിപ്പിച്ചു. നീ വടി കൊണ്ട് വരുമ്പം ഞാൻ ഹോരേബിൽ പാറമേൽ നിൽക്കും. ഹല്ലേലൂയ. എനിക്ക് മുമ്പായി ദുർഘടങ്ങളെ നിൽക്കുവാൻ
എനിക്ക് മുമ്പായി പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ഓരേവിൽ പാറമേൽ നിൽക്കുന്ന ഓരേവിൽ എനിക്ക് മുമ്പായി കിടന്നു എന്ന് പാറമേൽ ഹല്ലേലൂയ വെള്ളം ഹല്ലേലൂയ സംഭരിച്ചു വെക്കുന്ന ഒരു നല്ല ദൈവം. ഹല്ലേലൂയ. നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഞാൻ പാറമേൽ നിൽക്കും, നീ പാറയടിക്കണം. ഹല്ലേലൂയ. അവിടെ വെള്ളം പുറപ്പെട്ടെന്നേ അവിടെ എഴുതിയിട്ടുള്ളൂ. എവിടാന്നറിയാമോ? പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ എഴുതി വായിക്കുമ്പോൾ അവിടുന്ന് വെള്ളം പുറപ്പെട്ട് എല്ലാരും കുടിച്ചെന്നാ എഴുതിയേക്കുന്നത്. പക്ഷെങ്കില് സങ്കീർത്തനക്കാരൻ പറയുന്നു, പരിശുദ്ധാത്മാവിൽ പറയുന്നു, അതൊരു വെള്ളപ്പുറപ്പാട് മാത്രമല്ല, അതൊരു ലേക്കായി, ഒരു ജലതടാകമായി. ഹല്ലേലൂയ. ദൈവം തരുമ്പോ ഉണ്ടല്ലോ അമർത്തി കുലുക്കി. ഹല്ലേലൂയ. അളവുകൂടാതെ നമുക്ക് നന്മകളെ നൽകി തന്നു വലിയവനായ ദൈവത്തെ കരങ്ങൾ ഉയർത്തി ഇന്ന് മഴക്കാലം സ്തുതിക്കാമോ? ദൈവം തടാകം ഉണ്ടാക്കുന്നത് വെള്ളത്തിന് വേണ്ടി ഞാനും നിങ്ങളും പ്രയാസപ്പെട്ടപ്പോൾ, അവർ ഇച്ചിരി വെള്ളം കുടിക്കട്ടെന്ന് പറഞ്ഞ ഒരു മുന്ത വെള്ളമല്ല, ഒരു തൊട്ടി വെള്ളമല്ല, ഒരു ജലതടാകം തന്നെ അവർക്ക് വേണ്ടി സൃഷ്ടിക്കുവാൻ. പിന്നെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം കൂടെ ക്ലിയർ ആക്കി. ആദ്യത്തെ പ്രാവശ്യം ദൈവം പാറമേൽ നിന്നു, പാറയടിക്കാൻ പറഞ്ഞു, ജലതടാകവും ഒക്കെ ഉണ്ടായി. രണ്ടാമത്തെ പ്രാവശ്യം 40 വർഷത്തിന് ശേഷം ദൈവം മോശയോട് പറഞ്ഞു, നീ പണ്ട് ഞാൻ 40 വർഷത്തിന് മുമ്പ് ചെയ്തതുപോലെ ഒന്നുകൂടെ ചെയ്യണം. പക്ഷെ ഈ പ്രാവശ്യം എന്തോ ചെയ്യണമെന്നറിയാമോ? നീ കൽപ്പിച്ചാൽ മാത്രം മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. മോശയുടെ പഴയ ഓർമ്മ 40 കൊല്ലം കഴിഞ്ഞിട്ടും പുള്ളിക്കാരൻ അത് മറക്കാതെ അവിടെ ചെന്നിട്ട് തമ്പുരാൻ പറയുന്നതിനെതിരായിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? പാറയെ ഒന്നല്ല 2 വട്ടം അടിച്ചു. എനിക്ക് വളരെ സന്തോഷം ഇന്ന് രാവിലെ സമയം തോന്നിയത്, എടാ പറഞ്ഞേക്കാത്ത മോശെ, നിന്നോട് ഞാൻ കൽപ്പിക്കാനല്ലയോ പറഞ്ഞത്, നീ അടിക്കാൻ പറഞ്ഞോ എന്ന് ചോദിച്ചു. ഞാൻ ഈ പ്രാവശ്യം വെള്ളം വിടുന്നില്ല എന്നല്ല ദൈവം പറഞ്ഞത്. നമ്മൾ ചെയ്യുന്ന എല്ലാ മെനക്കേടിനും തമ്പുരാൻ നമുക്ക് ഉള്ള ബ്ലെസ്സിംഗ് വിത്ത് ഹോൾഡ് ചെയ്യുവായിരുന്നെങ്കിൽ നമ്മൾ ആരും ഇവിടെ കാണത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ തെറ്റുകളെ മറച്ചുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് വേണ്ടി അനുഗ്രഹങ്ങളെ പകർന്നു തന്ന ഒരു വലിയ ദൈവത്തെ ഇന്ന് സ്തുതിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. പക്ഷേ എന്റെ സമയം തീരുന്നത് കൊണ്ട് ഞാനിവിടെ അടുത്ത ഈ പ്രശ്നം അതാണ് ഏറ്റവും വലിയ പാരയായിട്ട് വന്നത്. എന്തോന്നറിയാമോ? പറഞ്ഞേക്കാതെ അതിനെക്കാട്ടിലും കൂടുതൽ കയറി മോശ ചെയ്തപ്പം മോശയോട് ദൈവം പറഞ്ഞു, നീ ഞാൻ പറഞ്ഞത് ചെയ്യാത്തത് കൊണ്ട് നീ നിന്റെ സഹോദരൻ അഹരോനും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞ ഇത്രയും നാൾ നീ നടത്തിക്കൊണ്ട് വന്ന ഈ ജനത്തിന്റെ കൂടെ നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യത്തില്ല? പ്രവേശിക്കത്തില്ല, കനാനിൽ കയറത്തില്ല. അതിനു മുമ്പ്, കനാനിൽ കയറുന്നതിന് മുമ്പ് നിങ്ങൾ നഷ്ടപ്പെടും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. മോശയ്ക്ക് അത് പറ്റിയതൊക്കെ ഓർക്കുമ്പോ എനിക്ക് വലിയ പ്രയാസമാണ്. ലൈലാമാമിക്ക് അതിനെക്കാട്ടിലും പ്രയാസമാണ്. പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോശയ്ക്ക് ഇത്ര സൗമ്യനായ, ഇത്രേ ശ്രേഷ്ഠനായ ഈ ജനത്തെ മുഴുവൻ അത്ഭുതം കാണിച്ച് ഈ വഴി മുഴുവൻ നടത്തി ഇവരുടെ പ്രയാസത്തെ മുഴുവൻ ദൈവസന്നിധി വീണ് കരഞ്ഞ് ദൈവത്തോട് പറഞ്ഞ ഈ മോശയ്ക്ക് തമ്പുരാൻ പല പ്രാവശ്യം മോശയെന്ന് ദൈവത്തോട് പറഞ്ഞ്, കർത്താവേ എങ്ങനെയെങ്കിലും ഒരവസരം തരണേ. അവിടാണ് എനിക്ക് വലിയ പ്രയാസം. നമ്മളെല്ലാം മിടുക്കന്മാരായിട്ട് ഇരിക്കുക. അതെ, വേണ്ടാത്തതെല്ലാം, വേണ്ടിയതും വേണ്ടാത്തതും എല്ലാം കാണിച്ചു വെച്ചേച്ച്
നമ്മളെന്തുവാ മിടുക്കനായിട്ടിരിക്കുക, അങ്ങ് ഇവിടെ ഇങ്ങനെ ഇരിക്കല്ലോ. അപ്പൊ ഞാൻ പറയാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവം മോശയോട് കരുണ കാണിച്ചില്ല. പിന്നെ പല കാര്യങ്ങളും ദൈവം മോശയ്ക്ക് വേണ്ടി ചെയ്തു, അത് കറക്റ്റാണ്. പക്ഷെങ്കിൽ ആ ഒരു മോശയുടെ കരച്ചിലിന് മറുപടി കൊടുത്തില്ല. പ്രൈസ് ഗോഡ്. പക്ഷെങ്കില് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ എനിക്ക് താല്പര്യം. 95 സങ്കീർത്തനം എഴുതിയപ്പോ അതിനകത്ത് ഒരു സങ്കീർത്തനക്കാരൻ എഴുതി, ഞാൻ അവർക്ക് മന്ന കൊടുത്തു, വെള്ളം കൊടുത്തു, എല്ലാം കൊടുത്തു. പക്ഷെങ്കിൽ എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു, 40 വർഷം എനിക്ക് ആ തലമുറയോട് നീരസമുണ്ട്. നോക്കണേ, ധാരാ പറയുന്നറിയാമോ? ദൈവം തമ്മിലാ പറയുക, എനിക്ക് 40 വർഷം ആ തലമുറയോട് നീരസം ഉണ്ടായി. അപ്പൊ ഞാനത് നീരസം എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളത്തിലെ കെറുവെന്നാണോ അതോ മലയാളത്തിന്റെ ഭാഷയില് നീരസം എന്ന് പറഞ്ഞാൽ ഒരാളോട് എനിക്ക് ചില നീരസം ഉണ്ടെന്ന് പറഞ്ഞാല് എന്തോ ഒരു ഇത് തോന്നിക്കുന്നല്ലേ. ഇംഗ്ലീഷിൽ അത് കുറച്ചുകൂടെ ബെറ്റർ. ഐ വാസ് ഗ്രീവിംഗ് എന്നാണ് എഴുതിയേക്കുന്നത്. I was grieving almost 40 years for that generation. ആ തലമുറയോട് എനിക്ക് ഗ്രീവിംഗ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആരെങ്കിലും മരിച്ചെന്ന് നമ്മുടെ വാട്സാപ്പിനകത്ത് ചർച്ചിന്റെ ഗ്രൂപ്പിനകത്ത് ഒരു മെസ്സേജ് വന്നാൽ നമ്മൾ ഇരുന്ന് ഒരു വാക്ക് എന്താണെന്ന് അറിയാമോ? പ്രേയിങ് ഫോർ ദ ഗ്രീവിംഗ് ഫാമിലി. ഒന്നാമത് വരുന്ന അതാ, ഇല്ലയോ? അപ്പൊ എന്തുവാ അതിന്റെ അർത്ഥം? ദുഃഖിക്കുന്ന ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ എഴുതുന്നതിന്റെ ആശയം. അപ്പൊ ആ ഗ്രീവിംഗ് എന്നുള്ള വാക്കിന് ഇത് ദൈവത്തമ്പുരാന്റെ ഗ്രീവിംഗ് ആയി. അറിയാമോ? നമ്മുടെ ഗ്രീവിംഗും അല്ല, മരിച്ച വീട്ടിലെ ആൾക്കാരുടെ ഗ്രീവിംഗും അല്ല, ദൈവം തമ്പുരാന്റെ ഗ്രീവിംഗ് ആയി. അപ്പൊ എന്താ, 40 കൊല്ലം എനിക്ക് ആ തലമുറയോട് ഗ്രീവിംഗ് ഉണ്ടായിരുന്നു, എനിക്ക് ദുഃഖം ഉണ്ടായിരുന്നു. പക്ഷെങ്കില് ഒരൊറ്റ പ്രാവശ്യം ഒരു ദിവസം പോലും രാവിലെ നോക്കിയപ്പോ മന്ന ഇല്ലാതെ വന്നില്ല. എനിക്കെന്നാ അവരോട് പ്രയാസമാണെന്നും പറഞ്ഞ് എന്നാ ഇന്ന് മന്ന കൊടുക്കുന്നില്ലെന്ന് തമ്പുരാൻ തീരുമാനിച്ചില്ല. വെള്ളം കൊടുക്കുന്ന കാര്യത്തിൽ, കാടയിൽ കൊടുക്കുന്ന കാര്യത്തിൽ, ഇറച്ചി കൊടുക്കുന്ന കാര്യത്തിൽ ഒന്നും തമ്പുരാൻ 40 കൊല്ലം ഒരു ബുദ്ധിമുട്ടും വരുത്തിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവസന്നിധി കടന്നു വന്നിരിക്കുന്ന ദൈവവൈദ്യരെ, ഞാനും നിങ്ങളും എവിടെല്ലാം പോയി, എവിടെല്ലാം അവിശ്വസ്തത കാണിച്ചെങ്കിലും ദൈവം വിശ്വസ്തതയോടുകൂടെ തരാനുള്ളത് തന്ന് അനുഗ്രഹങ്ങളെ തന്ന് ഇത്രത്തോളം നടത്തി എന്ന് പറയുമ്പോൾ Thank you, Jesus. Hallelujah. നാം ചോദിക്കുന്നതിനും നിனைക്കുന്നതിനും അത്യന്തം പരമാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യ വ്യാപരിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം കണ്ടാല് ഇങ്ങനെയല്ല നാം ആയിരിക്കുന്നത്. എങ്ങനെയായിരിക്കുന്നത്? സന്തോഷിക്കുവാൻ, ഉല്ലസിക്കുവാൻ, ആനന്ദിക്കുവാൻ ദൈവസന്നിധിയിൽ കഴിയുന്നുവെങ്കിൽ അനുഗ്രഹമെല്ലാം ഉണ്ടെന്ന് പറയുന്നത് ദൈവം നമ്മുടെ പോക്കറ്റിൽ ഇരിക്കുക എന്നുള്ളത് വെച്ചല്ല. ദൈവം കരുണയുള്ളത് കൊണ്ടാണ്. ദൈവം കരുണയുള്ള ദൈവമായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ അവിശ്വസ്തതകളെ കണക്കിടാതെ വിശ്വസ്തനായ ഒരു ദൈവം, വാക്ക് പറഞ്ഞാൽ മാറാത്ത ഒരു ദൈവം ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നതുകൊണ്ട് കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ മുമ്പിലുള്ള പർവ്വതങ്ങൾ കുഞ്ഞാടുകളെ പോലെ, നമ്മുടെ മുമ്പിലുള്ള മലകൾ കുഞ്ഞാടുകളെ പോലെ, നമ്മുടെ മുമ്പിലുള്ള സമുദ്രം ഓടട്ടെ. ഹല്ലേലൂയ. എന്ത് ചെയ്താൽ മതി? നമ്മൾ പോയാൽ ഇതൊന്നും ഓടത്തില്ല കേട്ടോ. നമ്മൾ എന്നാൽ ഇത് അനങ്ങത്തില്ല.
എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ സാന്നിധ്യം. ഇന്ന് പകൽക്കാലം നമ്മുടെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മുമ്പേ പോയാൽ, നമ്മുടെ സാന്നിധ്യം, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മുമ്പിൽ ലഭിച്ചാൽ, ഹല്ലേലൂയ, ഇന്നും അത്ഭുതം നടക്കും എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഹല്ലേലൂയ. ഇന്നും ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ കഴിയുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ ഇറങ്ങി വരുമാറാകട്ടെ. ഈ ലോകത്തിൽ ജീവിക്കുവാൻ അങ്ങയുടെ സാന്നിധ്യമില്ലാതെ ഞങ്ങളെ അയക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ നടത്തിയല്ല വിശ്വസ്തതയ്ക്കായി സ്തോത്രം. യേശുവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ. പർവ്വതം മാറിയും സൂക്ഷിക്കും ഭക്തരിൽ ശാശ്വത വിശ്രാമമേ. നിന്നിൽ ഞാൻ നിത്യവും വിശ്രമിക്കും. ഭക്തരിൽ ശാശ്വത വിശ്രാമമേ. നിന്നിൽ ഞാൻ നിത്യവും വിശ്രമിക്കും. ഓരോ അഗ്നിയിൽ കൂടെ നടന്നിടും. അനുഗ്രഹിക്കപ്പെട്ട വചനം ദൈവദാസനെ കൂടെ നമുക്ക് പകൽക്കാലം കർത്താവ് നൽകി തന്നു. നമുക്ക് വേണ്ടി കരുതുന്ന അദ്ദേഹം അത് വിസ്തരിച്ചതുകൊണ്ട് ഞാൻ കൂടുതൽ വാക്കുകൾ പറയുന്നില്ല.